ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, 107 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം മനുഷ്യർ കർത്താവിൻ്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. 107 സങ്കീർത്തനം 1 വചനം ആരംഭിക്കുന്നത്, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന മനോഹരമായൊരു വാക്യമുണ്ട്. അതിപ്രകാരമാണ്: അപ്പോൾ അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് അവരെ വിനാശത്തിൽ നിന്ന് രക്ഷിച്ചു. ജീവിതത്തിൽ വഴിയറിയാതെ പോയവർ, ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ അലഞ്ഞവർ, അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ധകാരത്തിലും ബന്ധനങ്ങളിലും അടിമത്തങ്ങളിലും കടന്നു പോകുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. രോഗപീഠകളിൽ, രോഗാവസ്ഥകളിൽ, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഭയം അലട്ടുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. അധ്വാനത്തിൻ്റെ ഫലമനുഭവിക്കാതെ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം കർത്താവ് കടന്നു വരികയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, പ്രിയപ്പെട്ട കുടുംബമേ, നീ ഇന്ന് വലിയൊരു വേദനയിലൂടെ, അസ്വസ്ഥതയിലൂടെ കടന്നു പോവുകയാണോ? പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടോ? പാപകരമായ ചില അടിമത്തങ്ങൾ, സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അതിൻ്റെ അന്ധകാരം നിറയുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ? രോഗവും രോഗപീഠകളും നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്ന അവസ്ഥകളിലൂടെയാണോ കടന്നു പോകുന്നത്? എത്ര അധ്വാനിച്ചിട്ടും ഒന്നും മിച്ചമില്ലല്ലോ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നോർത്ത് ആകുലപ്പെടുന്ന അവസ്ഥകളുണ്ടോ? വിവിധങ്ങളായ ഭയങ്ങൾ, അടിമത്തങ്ങൾ, വേദനകൾ, നിരാശകൾ നിന്നെ കാർന്നു തിന്നുന്നുണ്ടോ? സങ്കീർത്തകൻ പറയുകയാണ്, നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ ദുഃഖത്തിൽ, നിന്റെ രോഗപീഠകളിൽ നീ കർത്താവിനെ നിലവിളിച്ച് അപേക്ഷിക്കുക, അവിടുന്ന് വിനാശത്തിൽ നിന്ന് നിന്നെ വിടുവിക്കും. അവിടുന്ന് അന്ധകാരത്തിൻ്റെ ബന്ധനങ്ങളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിയും. അവിടുന്ന് വചനമയച്ച് വിനാശത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും, സുഖപ്പെടുത്തും. അവിടുന്ന് വാസയോഗ്യമായ സ്ഥലങ്ങളിലേക്ക് നിന്നെ നയിക്കും. നിന്റെ കന്നുകാലികളുടെ എണ്ണം കുറഞ്ഞു പോകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നിന്റെ നന്മകളുടെ എണ്ണം വർദ്ധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 107 സങ്കീർത്തനം ഇന്ന് വായിക്കണം കേട്ടോ. ഈ 107 സങ്കീർത്തനത്തിലെ തിരുവചനങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ അവസ്ഥകളോട് ചേർത്ത് വയ്ക്കണം. എന്നിട്ട് കർത്താവിനെ നിലവിളിച്ചപേക്ഷിക്കണം. തീർച്ചയായും കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി കടന്നു വരും. ഈശോ സന്തോഷവും സമാധാനവും സൗഖ്യവും കൊണ്ട് നിങ്ങളെ ഉറപ്പായും അനുഗ്രഹിക്കും. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ.